പ്രോസസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 4 മെത്തേഡ് ഉണ്ട്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ പ്രോസസ് ലോസസ്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ പ്രോസസ് ലോസസ്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ പ്രോസസ് ഗെയിന്, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. ഇതിൽ ഈ 5ാമത്തേന്ന് പറയുന്നത് അധികം കണ്ടിട്ടില്ല. ഈ 4 ടൈപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ് അക്കൗണ്ട് ഫസ്റ്റ് മെത്തേഡായിരിക്കും നിങ്ങൾക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നത്. ഇനി സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രകാരം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. മാത്രമല്ല ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എല്ലാ കോസ്റ്റും നമ്മൾ പ്രോസസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഇവിടെ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സാണ് തന്നിരിക്കുന്നത്. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 പറഞ്ഞിട്ട് ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 പ്രോസസ്സ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോസസ് 1 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രകാരമാണ് അത് ചെയ്യുന്നത്. വലിയ കോംപ്ലിക്കേഷൻസും ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സും തന്നിട്ടില്ല. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ടു ബി അലൊക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് വേജസ്. ഇപ്പോൾ വേജസ് എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് ലേബറാണ്. ഇതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ 150% അലൊക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരിയഡ് വാസ് 200 യൂണിറ്റ്സ് ആൻഡ് അസ്യൂം ദാറ്റ് ദർ ഇസ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഒരു എളുപ്പമാണ്. നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ഇതിനെ ഒന്ന് അലൊക്കേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ സ്പെസിമെൻ കാണിച്ചതാണ് എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ള ഫോർമാറ്റ്. നമ്മൾ T ഷേപ്പിലുള്ള അക്കൗണ്ട് ആയിട്ടാണ് വരയ്ക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, വേജസ്, എക്സ്പെൻസസ്, ദെൻ അതർ എക്സ്പെൻസസ്, ഓവർ ഹെഡ് കാണിക്കും. റൈറ്റ് സൈഡിലെന്ന് പറയുന്നത് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കും. ദെൻ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. തന്നിരിക്കുന്ന ഒരു ചോദ്യം പ്രകാരം നമ്മൾ പ്രോസസ് 1 അക്കൗണ്ട് വരച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ യൂണിറ്റിലും അമൗണ്ടിലും കാണിക്കുന്നു എന്നുള്ളതാണ്. 2 കോളമാക്കി T ഷേപ്പിൽ ഡയറക്റ്റ് മെറ്റീരിയൽസ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അതാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഈ 200 എന്ന് പറയുന്നത് 200 യൂണിറ്റ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദെൻ 4000 എന്ന് പറയുന്ന അതിൻ്റെ അമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. 1500 എന്ന് പറയുന്നതും 500 എന്ന് പറയുന്നത് നമുക്ക് ചോദ്യത്തിൽ തന്നതാണ്. ഇവിടെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വേജസിൻ്റെ 150% ആണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് ചോദ്യത്തിൽ തന്നിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 150% ഓഫ് ഡയറക്റ്റ് വേജസ് എന്ന്. അതാണിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. 150% ഓഫ് ഡയറക്റ്റ് വേജസ്, അതായത് 1500 ഇൻറ്റു 150% 2250 തന്നു. 2250 നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി എല്ലാ വാല്യൂസും തന്നെ ചോദ്യത്തിൽ തന്നതിന് അതേപടി എടുത്ത് എഴുതിയിരിക്കുകയാണ്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ആലോചിക്കാനും നമുക്കൊന്നുമില്ല. അവിടെ 200 യൂണിറ്റ് ആണ് എന്ന് ചോദ്യത്തിൽ തന്നിരുന്നു. അതേപോലെ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എടുത്തിട്ട് നമ്മളതിനെ ടോട്ടൽ ചെയ്തിട്ട് വെച്ചു 8250. ഇനി ആ ബാലൻസ് എന്ന് പറയുന്ന ഫിഗറിനെ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 8250 എന്ന് പറയുന്നതാണ് ടോട്ടൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടുന്നു 41.25. അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഇനി ഈ വാല്യൂവിനെ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് പ്രോസസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ 200, 8250 എന്ന് പറയുന്ന വാല്യൂസിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ പ്രോസസ് 1 അക്കൗണ്ട് ഇവിടത്തേക്ക് ഇട്ടിട്ടാണ് പ്രോസസ് 2 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂസ് എല്ലാം തന്നെ ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് അതേപടി എടുത്ത് എഴുതി നമ്മൾ. ദെൻ ടു പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. ആ പ്രോസസ്സിൻ്റെ ഡയറക്റ്റ് വേജസിൻ്റെ 150% ആയിരിക്കും പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ടോട്ടൽ ചെയ്തു. 200
13,150 കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ് 2 അക്കൗണ്ടിലെ വാല്യൂസ് എല്ലാം കൂടി ടോട്ടൽ ചെയ്തതാണ്. ഇതെല്ലാം തന്നെ ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്. ഈ പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തതാണ്, പ്രോസസ് 1-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയതാണ്. ഈ വാല്യൂസ് എല്ലാം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് വേജസിൻ്റെ 150% നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് നേരത്തെ കണ്ടതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാണുകയാണ്. 13,150 ഡിവൈഡഡ് ബൈ 200 ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 65.75 എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റാണ്. അത് കണ്ടുപിടിച്ചു. ഇനി ഈ 2 ഫിഗറിനെ അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് 3 അക്കൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രോസസ് 3 അക്കൗണ്ടാണ്. പ്രോസസ് 2-ൽ നിന്ന് നമ്മൾ 200ഉം 13,150ഉം എടുത്ത് എഴുതി. ഡയറക്റ്റ് മെറ്റീരിയൽസ്, വേജസ് നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് വേജസിൻ്റെ 150% നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് 3ഉം കൂടി ടോട്ടൽ ചെയ്യണം. വീണ്ടും പറയുന്നു, ഇത് പ്രോസസ് 2-ൽ നിന്ന് എടുത്തെഴുതിയ ഫിഗറാണ്. ഡയറക്റ്റ് മെറ്റീരിയൽസും വേജസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു, അതെടുത്ത് എഴുതി. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, വേജസിൻ്റെ 150% കണ്ടുപിടിച്ചു. എന്നിട്ട് എല്ലാം കൂടി ടോട്ടൽ ചെയ്താണ് താഴത്ത് 200, 15,700 എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ കോസ്റ്റ്. ദെൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഇത് എന്തുകൊണ്ട് ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് കഴിയുകയാണ്. 3 പ്രോസസ്സേ ആകെ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുകയാണെന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 200, 15,800 ഇവിടത്തേക്ക് എഴുതി. ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ്. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 15,800 ഡിവൈഡഡ് ബൈ 200 ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 79 വരുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ലാസ്റ്റ് പ്രോസസ്സിൽ മാത്രം നമ്മൾ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് എഴുതുന്നു. ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ആകെ 3 പ്രോസസ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. എന്നിട്ട് ടോട്ടൽ ചെയ്ത് എഴുതി. ഇങ്ങനെ നമുക്ക് സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൽ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ഇത് 3 പ്രോസസ്സാക്കി എഴുതാനും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനും കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്.